ഹലോ, വെൽക്കം ടു CC പ്ലസ്. നമ്മുടെ സിവിൽ സർവീസ് ഫൗണ്ടേഷൻ കോഴ്സിന് എല്ലാവരും ജോയിൻ ചെയ്തിട്ടുണ്ടാവുമല്ലോ അല്ലേ? ലൈവ് ക്ലാസ്സിൽ നിങ്ങളൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടാവും. നമ്മുടെ ഡിഫറെൻറ്റ് ബാച്ചുകളിലായിട്ട് ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. അപ്പം ഇതാരാ? നമ്മുടെ നവോദയ എൻട്രൻസ് ക്ലിയർ ചെയ്ത കുട്ടികളാണ്. കഴിഞ്ഞ നവോദയ എൻട്രൻസ് എക്സാം ക്ലിയർ ചെയ്ത് ഇപ്പോൾ നവോദയ സ്കൂളുകളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കളാണ് ഇവർ. CC പ്ലസിൻ്റെ മാത്രം അഭിമാനമാണ് ഈ കാണുന്ന മക്കൾസ്. അപ്പൊ ഇതുപോലെ നിങ്ങളും അടുത്ത നവോദയ സ്കൂളുകളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അടുത്ത വർഷത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, കോഴ്സുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പുതിയ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് എന്ത് ചെയ്യാം, എത്രയും പെട്ടെന്ന് ഈ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ മറ്റൊരു വിജയമാണ് എന്ത്, സൈനിക് സ്കൂൾ എൻട്രൻസ് എക്സാം അല്ലെ? സൈനിക് സ്കൂൾ എൻട്രൻസ് എക്സാമില് ക്ലാസ് 6th-ലും 9th-ലുമായിട്ട് പാസ്സായി ഇപ്പോൾ സൈനിക് സ്കൂളുകളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണിത്. ഇതുപോലെ അടുത്ത വർഷവും നിങ്ങൾക്കും ആ ഒരു വിജയം സെലിബ്രേറ്റ് ചെയ്യാനായി എത്രയും പെട്ടെന്ന് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ CC പ്ലസിൻ്റെ സൈനിക് സ്കൂൾ എൻട്രൻസ് ബാച്ചുകളിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ കാണുന്ന നമ്പറിൽ വിളിച്ച് കോണ്ടാക്ട് ചെയ്ത് ജോയിൻ ചെയ്യുക, അഡ്മിഷൻ എടുക്കുക. അപ്പോൾ അഡ്മിഷൻ്റെ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭ്യമാകും. ഓക്കെ, ഇനി നമ്മുടെ സിവിൽ സർവീസ് ഫൗണ്ടേഷൻ കോഴ്സ് ഇതുവരെ ജോയിൻ ചെയ്യാത്തവർ, എന്താണ് നമ്മുടെ സിവിൽ സർവീസ് ഫൗണ്ടേഷൻ കോഴ്സ് എന്ന് പറഞ്ഞാൽ? അതായത് നമ്മൾ സിവിൽ സർവീസ് ആഗ്രഹമുള്ളവർ അല്ലെ, UPSC നടത്തുന്ന സിവിൽ സർവീസ് IAS, IPS, IFS തുടങ്ങിയ ഒരുപാട് സർവീസസ് ഉണ്ട് അല്ലെ. IRS ഓഫീസേഴ്സ് ഒക്കെ ആവാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്ത് ചെയ്യാം, ഇപ്പോഴേ പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം. നമ്മളൊരു ഡിഗ്രി കോഴ്സ് കഴിഞ്ഞ് ഡിഗ്രി ക്വാളിഫൈഡ് ആയി കഴിഞ്ഞിട്ടാണ് നമ്മൾ UPSC എക്സാം അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ കാണും പലപ്പോഴും പലരും എന്താണ്, ഒരുപാട് അറ്റംപ്റ്റ് 5ഉം 6ഉം അറ്റംപ്റ്റ് ഒക്കെ എടുത്തിട്ടാണ് ആ ഒരു സർവീസിലേക്ക് വരുന്നത്. എന്നാൽ നേരെ മറിച്ച് ഒരു സൈഡിൽ എന്തുണ്ട്, ഫസ്റ്റ് അറ്റംപ്റ്റിലൊക്കെ കിട്ടുന്നവരും ഉണ്ട്. അപ്പം ഈ ഒരു ഡിഫറൻസ് എങ്ങനെയാണ് വരുന്നത്? അപ്പം ഈ ഫസ്റ്റ് അറ്റംപ്റ്റിലൊക്കെ സർവീസിലേക്ക് പോകുന്നവർ എന്തായിരിക്കും, അവർ ഓൾറെഡി നേരത്തെ സ്കൂളുകളിൽ പഠിക്കുമ്പോൾ തന്നെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയവരായിരിക്കും. അപ്പം നിങ്ങൾക്കും എന്ത് ചെയ്യാം, ഇപ്പോഴേ ആ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഇപ്പോഴേ പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം. അപ്പോൾ നല്ലൊരു പ്രൊഫഷനാണ്, നല്ലൊരു സർവീസ് മേഖലയാണ്. അപ്പോൾ സർവീസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും മറ്റ് ഒരുപാട് ഗവൺമെൻറ്റിൻ്റെ ഒരുപാട് ഫെസിലിറ്റീസിൽ ലൈഫ് മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെയുള്ള ഏറ്റവും ബെസ്റ്റായ ഓപ്ഷനാണ് UPSCയുടെ സിവിൽ സർവീസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾ എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒന്നും നോക്കണ്ട, കിട്ടുന്ന സാലറി മാത്രമൊന്നുമല്ല, ഒരുപാട് ഫെസിലിറ്റീസ് ആണ് അല്ല. ഹൗസ്, വണ്ടി, ഇലക്ട്രിസിറ്റി ബില്ല്, അങ്ങനത്തെ പേയ്മെന്റ് ഒന്നും നിങ്ങൾക്കില്ല, എല്ലാം ഫ്രീ ആണ്. അപ്പം വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു ലൈഫാണ്. പിന്നെ ഒരുപാട് ലൈഫ് നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരുപാട് സ്ഥലങ്ങൾ നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ട്രിപ്പൊക്കെ പോകാൻ ഇഷ്ടമുള്ളവർക്ക് നമ്മുടെ സർവീസിന്റെ ഭാഗമായിട്ട് തന്നെ ഒരുപാട് സ്ഥലങ്ങൾ, ഒരുപാട് ആളുകളെയൊക്കെ കാണാനും പരിചയപ്പെടാനും ഒക്കെ പറ്റുന്ന ഒരു നല്ല മേഖലയാണ് സിവിൽ സർവീസ് എന്ന് പറയുന്നത്. അപ്പൊ അതിലേക്ക് എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒരു എയിം വേണ്ടത്. ഏത്, നമ്മുടെ സർവീസിലേക്ക്. കാരണം എന്താ, ഇപ്പൊ നമുക്ക് 5 അറ്റംപ്റ്റ് എടുത്താലും 5ാമത്തേൽ ജോയിൻ ചെയ്താലും ജോലി കിട്ടും, 1ാമത്തേൽ ജോയിൻ ചെയ്താലും ജോലി കിട്ടും. പക്ഷെ ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താ, എത്രയും പെട്ടെന്ന് ഒരു 22-23 വയസ്സിലെ നമ്മൾ അതിലേക്ക് എൻട്രി ചെയ്യുവാണെങ്കിൽ നമുക്ക് അത്രയും പ്രൊമോഷൻ സാധ്യതയാണ് അല്ലെ. എത്രയും ഹയസ്റ്റ് പോസ്റ്റിൽ ഇരിക്കാൻ പറ്റുമോ അത്രയും നല്ലതാണ് അല്ലെ. അപ്പൊ എത്രയും പെട്ടെന്ന് ആ ഒരു സർവീസ് വേണമെന്ന് ആഗ്രഹിക്കുന്നവർ, അതായത് ഡിഗ്രി കഴിഞ്ഞ ഉടനെ അടുത്ത എക്സാമിൽ തന്നെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എത്തണമെന്ന് ആഗ്രഹിക്കുന്നവർ എന്ത് ചെയ്യാം, ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക. അപ്പൊ നമ്മുടെ CC പ്ലസിന്റെ സിവിൽ സർവീസ് ഫൗണ്ടേഷൻ കോഴ്സിൽ നിങ്ങൾ ഇപ്പോൾ പഠിക്കുന്ന NCERT ആണ് ബേസ് എന്ന് പറയുന്നത്. അപ്പൊ 5ാം ക്ലാസ് മുതലുള്ള കുട്ടികൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങാം. അപ്പോൾ 5ാം ക്ലാസ്സിൽ നിങ്ങളുടെ NCERT-നെ ബേസ് ചെയ്ത് നിങ്ങൾ സ്കൂളിൽ എക്സാംസ് ഒക്കെ എഴുതുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. അപ്പം നമ്മൾ സ്വാഭാവികമായിട്ട് എന്താ ചെയ്യുക, പഠിക്കും അല്ലേ. പഠിക്കും, എക്സാം എഴുതും, മാർക്ക് വാങ്ങും. പിന്നെ ചോദിച്ചാൽ കിട്ടുമോ? ഇപ്പം നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന ഒരു കോൺസെപ്റ്റ് എന്താണ്, ഇപ്പം സെക്ടേഴ്സ് ഓഫ് ദി ഇക്കോണമി, പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ എന്നൊക്കെ പഠിക്കുന്നുണ്ട് അല്ലേ. അത് പഠിച്ചു കഴിഞ്ഞ് നിങ്ങൾ എക്സാം എഴുതി ഫുൾ മാർക്കൊക്കെ കിട്ടി. പിന്നെ ഈ പ്രൈമറി സെക്ടേഴ്സിൻ്റെ ഇമ്പോർട്ടൻസ് എന്താ, ഇന്ത്യൻ ഇക്കോണമിയിൽ പ്രൈമറി സെക്ടറിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നിങ്ങളോട് ഒരാൾ ചോദിക്കുന്നു അല്ലെ. ന്യൂസ് പേപ്പറിൽ എന്തെങ്കിലും കണ്ടിട്ട് ഒരാൾ ചോദിക്കുന്നു, നിങ്ങൾക്കത് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന എത്ര പേരുണ്ട്? ഒന്ന് കമൻറ്റ് ചെയ്തേ. എനിക്ക് കൃത്യമായിട്ട് എന്താണെന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റും, ഞാൻ സ്കൂളിൽ പഠിച്ചത് വെച്ചിട്ട് എനിക്കത് ചെയ്യാൻ പറ്റും എന്ന് കോൺഫിഡൻസ് ഉള്ള എത്ര പേരുണ്ട്? പലപ്പോഴും പറ്റാറില്ല, എനിക്ക് പറ്റിയിട്ടില്ല കേട്ടോ. അതായത് സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ നല്ല മാർക്കൊക്കെ വാങ്ങി പാസ്സാവും, പക്ഷെ അത്
ചിലപ്പോൾ ഞാൻ മറന്നു പോകും. കാരണം എന്താ, എൻ്റെ ഫോക്കസ് ഓൺലി എന്തായിരുന്നു, ആ ഒരു ഷോർട്ട് ടേം അച്ചീവ്മെൻ്റ് ആണ്, എന്താ നല്ല മാർക്ക് വാങ്ങുക എന്നുള്ളത് മാത്രമായിരുന്നു. അല്ലാതെ അത് എത്രത്തോളം മനസ്സിലാക്കിയെന്നോ അത് ഒരാൾക്ക് എത്രത്തോളം നന്നായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നോ ഒന്നും ഞാൻ അന്ന് ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ അതിലേക്കൊക്കെ നമ്മളെ നയിക്കുന്ന, അതായത് നമുക്ക് എങ്ങനെ ചിന്തിക്കണം എന്ന് നമ്മളെ തോന്നിപ്പിക്കുന്ന ഒരു കോഴ്സാണ് സിവിൽ സർവീസ് ഫൗണ്ടേഷൻ കോഴ്സ് എന്ന് വെച്ചാൽ. ഇവിടെ എന്ത് ചെയ്യുന്നില്ല, സ്കൂളിലെ പോലെ നമുക്ക് ടോപ്പിക്ക് തരുന്നു, നമ്മൾ അത് പഠിക്കുന്നു, അത് മാത്രമല്ല നമുക്ക് ആ ടോപ്പിക്ക് ക്ലിയർ ആവുന്നതോടൊപ്പം നമ്മൾ ഒരു ടോപ്പിക്കിനെ എങ്ങനെ നോക്കിക്കാണണം, ഏത് രീതിയിൽ അതിലെ കാര്യങ്ങൾ അനലൈസ് ചെയ്യണം, എങ്ങനെയൊക്കെയാണ് അത് പല കാര്യങ്ങളുമായി റിലേറ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് നമുക്ക് ഈ കോഴ്സിലൂടെ വ്യക്തമാവുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ചിലപ്പോൾ തോന്നും ഈ ടോപ്പിക്ക് ഇങ്ങനെയും പഠിക്കായിരുന്നു അല്ലേ എന്ന് തോന്നും. അതായത് സ്കൂളിൽ നമ്മൾ ഓൾറെഡി അത് പഠിച്ചിട്ടുണ്ടാവും, അപ്പോൾ നമുക്ക് എന്തൊക്കെയോ മനസ്സിലായിട്ടുണ്ടാവും, എന്തൊക്കെയോ പേപ്പറിൽ എഴുതിയിട്ടുണ്ടാവും. പക്ഷെ പിന്നെ നമ്മൾ ഈ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ, ഏത് സിവിൽ സർവീസ് എക്സാമിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ പഠിക്കുമ്പോൾ, നമ്മളിപ്പോൾ ഒരു ഇക്കോണമിയിൽ ഒരു ടോപ്പിക്ക് പഠിക്കുവാണെങ്കിൽ തന്നെ നമ്മളത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ പല വ്യൂസ് കിട്ടും. ഏത് പൊളിറ്റിയിൽ അതിനൊരു വ്യൂ ഉണ്ടാവും, അതിനൊരു ജോഗ്രഫി ഉണ്ടാവും, അതിനൊരു ഹിസ്റ്ററി ഉണ്ടാവും. ഇപ്പം ന്യൂസ് പേപ്പറിൽ ഒരു ടോപ്പിക് എടുത്തു കഴിഞ്ഞാൽ തന്നെ അതിന് തന്നെ പല വേർഷൻസ് ഉണ്ടാവും, പല ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾ പഠിക്കുക, എങ്ങനെ പഠിക്കണം എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കൂടിയുള്ള ഒരു ബാച്ചാണ് ഇത് നമ്മുടെ CC+ൻ്റെ സിവിൽ സർവീസ് ഫൗണ്ടേഷൻ ബാച്ച്. അപ്പോൾ ഇതുവരെ അഡ്മിഷൻ എടുത്തിട്ടില്ലാത്തവർ ഇപ്പോൾ ഒരുപാട് ബാച്ച് ഗോയിങ് ഓൺ ആണ്. അപ്പോൾ ഇതുവരെ അഡ്മിഷൻ എടുത്തിട്ടില്ലാത്തവർ എന്ത് ചെയ്യുക, എത്രയും പെട്ടെന്ന് ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇനി നമ്മുടെ ടോപ്പിക് അല്ലെ, കഥകളി. എന്താണ് കഥകളി എന്ന് പറഞ്ഞാൽ? അതായത് നമ്മുടെ ആർട്ട് ഫോംസ്, ഇന്ത്യൻ ആർട്ട് ഫോംസ് ഉണ്ട് അല്ലേ, ഒരുപാട് ആർട്ട് ഫോംസ് ഉള്ള ഒരു നല്ല കൾച്ചറൽ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരുപാട് ആർട്ട് ഫോംസ് ഉള്ള നാടാണ് നമ്മുടെ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള നമ്മുടെ ഇന്ത്യ അല്ലെ. അപ്പൊ കഥകളി എന്ന് പറയുന്നത് ഏത് സ്റ്റേറ്റിലാണെന്ന് നിങ്ങൾക്ക് അറിയാലോ ഇല്ലേ? കഥകളി ഏത് സ്റ്റേറ്റിലാണെന്ന് എല്ലാവർക്കും അറിയില്ലേ? ഏതാ കഥകളി എന്ന് പറഞ്ഞാൽ? എന്താ കഥകളി? എന്താ കഥകളി എന്ന് പറഞ്ഞാല്? കഥ കളിക്കുകയാണ് അല്ലെ, സ്റ്റോറി പ്ലേ. അതായത് ഒരു കേരളയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആർട്ട് ഫോമാണ് കഥകളി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്താണ്? ഹിന്ദു ക്ഷേത്രങ്ങളിൽ, ടെമ്പിൾസിലാണ് കഥകളി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. പിന്നീട് നമ്മുടെ കേരള ട്രഡീഷൻ്റെ ഭാഗമായി, നമ്മുടെ കൾച്ചറിൻ്റെ ഭാഗമായി നമ്മൾ പല സ്ഥലങ്ങളിലും കഥകളി കാണുന്നു. അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട് കഥകളിക്ക്. അപ്പോൾ കഥകളിയിൽ പല വേഷങ്ങളുണ്ട് അല്ലേ, പച്ച, കത്തി, കരി, താടി, മിനുക്ക് തുടങ്ങിയ 5 വേഷങ്ങൾ. പിന്നെ അതിന് ഒരുപാട് അതിൻ്റെ ചമയം, മേക്കപ്പ് തുടങ്ങിയ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. പിന്നെന്താ, അത്രയും ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ആർട്ട് ഫോമാണ് ഇത് കഥകളി എന്ന് പറയുന്നത്. ഇപ്പൊ കേരളത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കലയാണ്, ആർട്ട് ഫോമാണ് കഥകളി. അതുപോലെ തന്നെ മറ്റൊന്നാണ് കുച്ചിപ്പുടി. ഏത് സ്റ്റേറ്റിൻ്റെയാണ് പറയാമോ കുച്ചിപ്പുടി? ആന്ധ്രാപ്രദേശിന്റെ പ്രധാനപ്പെട്ട ആർട്ട് ഫോമാണ് കുച്ചിപ്പുടി എന്ന് പറയുന്നത്. ഒരു ഡാൻസ് ഡ്രാമയാണ്. പെർഫോം ചെയ്യുന്നത് ആരാണ്? വുമൺ ആണ് പ്രധാനമായിട്ടും കുച്ചിപ്പുടി പ്രാക്ടീസ് ചെയ്തിരുന്നത്. എന്നാൽ ആരുണ്ട് ഇപ്പം നമുക്ക് ആ ഒരു ഡിഫറൻസ് ഇല്ല അല്ലെ, ജെൻസ് പെൺകുട്ടികൾക്കൊരിത് ആൺകുട്ടികൾക്കൊരിത് അങ്ങനെയൊന്നുമില്ല. നമ്മൾ ഏത് ആർട്ട് ഫോമും ആരും പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ സാൻസ്ക്രിറ്റ് ടെക്സ്റ്റായ നാട്യശാസ്ത്രം അല്ലെ, ഡാൻസിന്റെ ബേസിക് ടെക്സ്റ്റാണ് ഭരതമുനിയുടെ നാട്യശാസ്ത്രം. അപ്പോൾ അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങളൊക്കെയാണ് വെച്ചിട്ടുള്ളതാണ് പെർഫോമൻസ് ആണ് കുച്ചിപ്പുടി. ദെൻ ഒഡീസി പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടും. ഒഡീഷയുടെ പ്രധാനപ്പെട്ട ആർട്ട് ഫോമാണ് ഒഡീസി എന്ന് പറയുന്നത്. ദെൻ മോഹിനിയാട്ടം അഗെയിൻ ഓർ കേരള അല്ലെ, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആർട്ട് ഫോം കലയാണ് മോഹിനിയാട്ടം. മോഹിനി എന്ന് പറഞ്ഞാൽ അതിനൊരു ഹിസ്റ്റോറിക്കൽ സ്റ്റോറി ഉണ്ട് അല്ലെ. വിഷ്ണു മോഹിനി രൂപത്തിൽ വന്ന സ്റ്റോറിയാണ് അതിനെ ബേസ് ചെയ്തിരിക്കുന്നത്. മോഹിനിയുടെ ആട്ടം, അതാണ് മോഹിനിയാട്ടം. അതായത് വിഷ്ണുവാണ് ഡാൻസ് ചെയ്യുന്നത് എന്നുള്ള സങ്കല്പം സ്ത്രീ രൂപത്തിൽ. ദ ക്ലാസിക്കൽ ഇന്ത്യൻ ഡാൻസ് ഫോമാണ്. അതും ഏതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ളതാണ്? ഭരതമുനിയുടെ നാട്യശാസ്ത്രയുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അപ്പൊ ഇതുപോലെ ഒരുപാട് ആർട്ട് ഫോംസ്, അതിന്റെ ഹിസ്റ്ററി എന്താണ്, അതിന്റെ കൾച്ചറൽ ഇമ്പോർട്ടൻസ് എന്താണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മുടെ സിലബസിൽ ഉള്ളതാണ് അല്ലെ, UPSC സിലബസിൽ ഉള്ളതാണ്. അപ്പൊ ആ സിലബസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഓരോ കാര്യവും പഠിക്കുന്നത്. അപ്പൊ പുതിയ പുതിയ കലാരൂപങ്ങളും പുതിയ കാര്യങ്ങളൊക്കെ ആർട്ട് ഫോമുമായി ബന്ധപ്പെട്ട് ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്.
അപ്പം നമ്മൾ ഓരോ സ്റ്റേറ്റിലെയും ആർട്ട് ഫോം, അതിൻ്റെ ഫീച്ചേഴ്സ്, അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ലൈവ് ക്ലാസ്സുകളിൽ പഠിക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു നിങ്ങളുടെ ഒരു ഇൻട്രാക്ഷൻ കൂടി അതിനകത്തേക്ക് വരുമ്പോൾ നമുക്ക് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അതിൻ്റെ വീഡിയോ ഒക്കെ കണ്ട്, പിന്നെ ഇതൊക്കെ പഠിക്കുന്ന കുട്ടികളുണ്ടാവും അല്ലെ, കഥകളി പഠിക്കുന്നവരുണ്ടാവും, മോഹിനിയാട്ടം പഠിക്കുന്നവരുണ്ടാവും, ഭരതനാട്യം പഠിക്കുന്നവരുണ്ടാവും. അപ്പം നിങ്ങളുടെ ഒരു ഇൻപുട്ട് കൂടി അതിനകത്തേക്ക് കിട്ടുമ്പോൾ ആ ഒരു ഡിസ്കഷൻ കൂടുതൽ ഇൻട്രാക്റ്റീവ് ആവും. അപ്പം നമ്മൾ കൂടുതൽ ഇൻട്രാക്റ്റീവ് ആവുന്നതിനനുസരിച്ച് നമുക്ക് കൂടുതൽ ഔട്ട്പുട്ട് കിട്ടും അല്ലെ. പല ആൾക്കാരിൽ നിന്നുള്ള പോയിന്റ്സ് വരുമ്പോൾ ആ കൂടുതൽ ഇൻട്രാക്റ്റീവ് ആവുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കൂടുതൽ ഈസി ആയിട്ട് കാര്യങ്ങൾ എൻജോയ് ചെയ്ത് പഠിക്കാൻ പറ്റും. ഇപ്പം നമുക്ക് വീഡിയോ കണ്ടും അതുപോലെ തന്നെ ഡിസ്കസ് ചെയ്തും അതിൻ്റെ മേക്കപ്പ് തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ആർട്ട് ഫോംസിൻ്റെ ഒക്കെ ആ ഒരു പ്രസൻറ്റേഷൻ മാത്രമല്ല, അതിൻ്റെ ഓരോന്നിൻ്റെയും മേക്കപ്പ് പോലും അത്രയും, ഡ്രസ്സ്, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമ്മുടെ UPSCയുടെ ഫസ്റ്റ് സ്റ്റേജായ എക്സാമിൻ്റെ ഫസ്റ്റ് സ്റ്റേജായ പ്രിലിംസിൽ ഇതിൻ്റെ ഫീച്ചേഴ്സൊക്കെ ചോദിക്കും. ഇപ്പം 4 സ്റ്റേറ്റ്മെൻറ്റ് തന്നു, ഒരു ആർട്ട് ഫോമിനെ പറ്റി 4 സ്റ്റേറ്റ്മെൻറ്റ് തരുന്നു. അപ്പം അതിലെന്തുണ്ടാവും, അതിന് ഉപയോഗിച്ചിരിക്കുന്ന മേക്കപ്പ് എന്താണെന്നുണ്ടാവും, അതുപോലെ തന്നെ അതിൻ്റെ ഡ്രസ്സ് എങ്ങനെയുള്ള ഡ്രസ്സാണ്, ചിലപ്പോൾ ഏത് സ്റ്റേറ്റിലാണ്, ഇനി അതിൻ്റെ ഒരു ഹിസ്റ്ററി ഉണ്ടാവും, ഒരു സ്റ്റോറി ഉണ്ടാവും അതിൻ്റെ പിന്നിൽ. അപ്പോൾ ആ സ്റ്റോറിയിലെ എന്തെങ്കിലും കാര്യങ്ങൾ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് തരും. അപ്പോൾ ഇങ്ങനെ പല സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് തരുമ്പോൾ നമ്മൾ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ ഒരു ക്വസ്റ്റ്യന് നമുക്ക് കൃത്യമായി ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണമെങ്കിൽ നമ്മളിങ്ങനെ ബുക്സിലൊക്കെ ഉണ്ട് അല്ലേ, ബുക്സിൽ പഠിക്കുമ്പോൾ നമുക്ക് ഇതൊന്ന് വായിച്ച് പഠിക്കുമ്പോൾ ശരിക്കും ഫാക്റ്റ് മഗപ്പ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അത് എത്രത്തോളം നമ്മുടെ ഒരു പെർമനൻറ്റ് മെമ്മറിയിലേക്ക് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ ഡൗട്ടാണ്. അപ്പോൾ നമുക്കത് കുറച്ചും കൂടി ലൈവായിട്ട് ഇൻട്രാക്റ്റീവായിട്ട് പഠിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ അവിടെയാകുമ്പോൾ നമുക്ക് കൂടുതൽ വീഡിയോസൊക്കെ പ്ലേ ചെയ്ത് അതിൻ്റെ ആനിമേഷനൊക്കെ കണ്ട് അങ്ങനെ പഠിക്കുമ്പോൾ PPT ഒക്കെ പ്രസൻറ്റ് ചെയ്ത് നമ്മളൊക്കെ ഇൻട്രാക്ട് ചെയ്ത് പഠിക്കുമ്പോൾ അത് കൂടുതൽ ഈസി ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ ഇതുവരെ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാത്തവർ CC+ൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സിവിൽ സർവീസ് ഫൗണ്ടേഷൻ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. അപ്പോൾ ലൈവ് ക്ലാസ്സസ് ആണ് ഉണ്ടാവുക, ലൈവ് ക്ലാസ്സസ് ഉണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് നോട്ട് പ്രൊവൈഡ് ചെയ്യും, നമ്മൾ അന്നന്ന് എടുക്കുന്ന ക്ലാസ്സിൻ്റെ നോട്ട് പ്രൊവൈഡ് ചെയ്യും. പിന്നെ നിങ്ങളുടെ കൂടുതൽ ഡൗട്ട്സുകൾ ക്ലിയർ ചെയ്യാനുള്ള മെൻറ്റർ ഉണ്ടാവും, മെൻറ്റർ സപ്പോർട്ട് ഉണ്ടാവും. അതുപോലെ തന്നെ സിവിൽ സർവീസുമായി, അതായത് നിങ്ങളുടെ ഗോൾ അച്ചീവ് ചെയ്യുന്നത് വരെ അതുമായി ബന്ധപ്പെട്ട ഏതൊരു ഡൗട്ടും ക്ലിയർ ചെയ്യാൻ നിങ്ങൾക്കിവിടെ ഗൈഡൻസ് കിട്ടും. അപ്പോൾ അതിനുവേണ്ടി ഇതുവരെ ജോയിൻ ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ജോയിൻ ചെയ്യുക. താങ്ക്